ഗ്രീക്ക് ഇതിഹാസത്തിലെ ഏറ്റവും വലിയ പോരാളിയായ അക്കില്ലസിന്റെ ഇതിഹാസമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അക്കാലത്ത് ഗ്രീക്കിൽ ദൈവങ്ങളും മനുഷ്യരും ഇടകലർന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദൈവങ്ങളും മനുഷ്യരും ചേർന്ന് ധാരാളം വീരയോദ്ധാക്കൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ദൈവവും മനുഷ്യനും ചേർന്ന് ജനിച്ച ഒരു കുഞ്ഞായിരുന്നു അക്കില്ലസ്. രാജാവായ മനുഷ്യനായ പെലിയസിനും കടലിന്റെ ദേവതയായ തീറ്റീസിനുമാണ് ഈ അക്കില്ലസ് എന്ന് പറയുന്ന മകൻ ജനിച്ചത്. കടൽ ദേവതയായ തീറ്റീസ് അമർത്യനായി തീരുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞായ അക്കില്ലസിനെ കൊണ്ടുപോയി സ്റ്റൈഡ്സ് എന്ന് പറയുന്ന വിശുദ്ധ നദിയിൽ മുക്കുകയും ചെയ്തു. ഈ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കുന്നതിനിടയിലേക്ക് കുഞ്ഞ് കാലുകളിൽ ബലം പിടിക്കുകയും ഈ കുഞ്ഞിന്റെ കാലുകളുടെ ഉപ്പുറ്റി മാത്രം നനയാതിരിക്കുകയും ചെയ്തു. ഈ നദിയിൽ വെള്ളം നനഞ്ഞ ശരീരഭാഗങ്ങളിലൊന്നും ആക്രമിച്ച് അക്കില്ലസിനെ കൊല്ലാൻ കഴിയില്ല എന്നൊരു അനുഗ്രഹമാണ് അക്കില്ലസിന് ഇതോടുകൂടി കിട്ടിയത്. എന്നാൽ അദ്ദേഹത്തിന്റെ നനയാതെ പോയ ഉപ്പുറ്റിയിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെടും എന്നുള്ളൊരു രഹസ്യവും ഇതോടൊപ്പം പിന്തുടർന്നു. അക്കില്ലസ് യുവാവായിട്ട് വളരുകയും ചാരോൺ എന്ന് പറയുന്ന വിദഗ്ധനായ ഗുരുവിന്റെ കീഴിൽ അദ്ദേഹം യുദ്ധമൊക്കെ പരിശീലിപ്പിക്കുകയും കൊടുങ്കാറ്റിനോളം വേഗതയുള്ള പോരാളിയായി മാറുകയും അതിതീക്ഷ്ണമായ കോപമുള്ള ഒരു യുദ്ധവീരനായി വളരുകയും ചെയ്ത് അദ്ദേഹം മനുഷ്യരെയും ദൈവങ്ങളെയും ഒക്കെ ഒരുപോലെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ട്രോയി യുദ്ധം ഉണ്ടായപ്പോൾ ഗ്രീക്കിലെ മറ്റ് പോരാളികൾക്കൊപ്പം ഇദ്ദേഹം ട്രോയി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കപ്പൽ കയറി എന്നാണ് കഥ. ഈ യാത്രയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു പ്രവചനം ഉണ്ടാകുന്നു. അക്കില്ലസ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഗ്രീക്കുകാർ ട്രോയി യുദ്ധത്തിൽ ജയിക്കുമെന്നും, എന്നാൽ ഇതേ യുദ്ധത്തിൽ പങ്കെടുത്താൽ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം കൊല്ലപ്പെടുമെന്നും ആയിരുന്നു ആ പ്രവചനം. ട്രോയിലെത്തിയ അക്കില്ലസ് അവിടെയുള്ള എല്ലാ പോരാളികളുമായി പോരാടുകയും അവിടെയുള്ള രാജാക്കന്മാരെ എല്ലാം പോരാടി തോൽപ്പിക്കുകയും ഇതിനിടയിൽ ട്രോയിലെ രാജകുമാരനായ ഹെക്ടർ അക്കില്ലസിന്റെ സുഹൃത്തിനെ കൊലപ്പെടുത്തുകയും ഇതറിഞ്ഞ് കോപാകുലനായി കഴിഞ്ഞ അക്കില്ലസ് നേരെ ഹെക്ടറുമായി പോരാട്ടത്തിന് ഇറങ്ങുകയും ഹെക്ടറും അക്കില്ലസും തമ്മിൽ വളരെ വലിയ ഒരു യുദ്ധം നടക്കുകയും ഒടുവിൽ ട്രോയിയെ വീഴ്ത്തിക്കൊണ്ട് ഹെക്ടറിനെ അക്കില്ലസ് പരാജയപ്പെടുകയും ഹെക്ടർ തറയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അപ്പോളോ ദേവൻ അയച്ച ഒരു അമ്പ് അക്കില്ലസിന്റെ ഉപ്പൂറ്റിയിൽ കൊള്ളുകയും അദ്ദേഹവും തറയിൽ വീണ് മരണത്തെ പുൽകുകയും ചെയ്തു എന്നാണ് ഈ ഗ്രീക്ക് ഇതിഹാസം പറയുന്നത്. മരിക്കുമെന്ന് ഉറപ്പായി അറിഞ്ഞുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോയി ധീരതയോടെ പോരാടി വിജയം കൈവരിച്ച അക്കില്ലസാണ് ഈ ഗ്രീക്ക് പുരാണങ്ങളിലെ ഏറ്റവും വലിയ യുദ്ധവീരനായി ഇന്നും വിലയിരുത്തപ്പെടുന്നത്.